ഇനി എനിക്കൊരു ഹീറോ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, എനിക്കൊരു തിരിച്ചുവരവില്ല. ഇപ്പം നമ്മൾ മനസ്സിലാക്കണം, ഇറ്റ്സ് ടൈം ടു ഗോ ഔട്ട്. വന്ന ഒരു ഹൈപ്പ് പിന്നെ ആ ഗ്രോത്ത് ഒന്ന് താഴോട്ട് പോകുമ്പോൾ മാനസികമായിട്ടൊരു മടുപ്പുണ്ടായി. അവസരങ്ങൾ വരുന്നതൊക്കെ ഞാൻ തള്ളിക്കളഞ്ഞു. ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ലായിരുന്നു. ഞാൻ ഇപ്പോഴും ആൾക്കാരെ വിളിക്കും അവസരത്തിൽ. കൃഷ്ണേട്ടനെ പോലെ ഒരാളെ കൊണ്ട് ഈ ഒരു വേഷം എങ്ങനെ ചെയ്യിപ്പിക്കാനാണ്? ഞാൻ ഈ അവസരങ്ങളെല്ലാം വിളിച്ചു കിട്ടിയ അവസരങ്ങൾ ചോദിച്ചു പോവാന്ന് പറയുന്ന പോലെ തന്നെ ചോദിച്ച് ചാൻസ് വാങ്ങിച്ച ഒരാളാണ്. വിഭാഗകരുടെ നാട്ടിൽ വരുന്ന പോലെ തന്നെ എപ്പോഴാണ് തിരിച്ചു പോകുന്നത് ചോദിക്കുന്നതാണ് ഏതടുത്ത പടം. കുറേ നാൾ പറയും ഞാൻ തെലുങ്കിലാണ്. അപ്പ കാണുമ്പോ അപ്പനാണോ എന്തൊക്കെയുണ്ട്, എത്ര നാളായി ആ മോഡുലേഷൻ നമുക്ക് കിട്ടിക്കഴിയാം. നമ്മുടെ സിനിമക്കാരനാണ് ദിവസങ്ങൾ കരഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഈ മലയാള സിനിമയിൽ ടോപ്പായിട്ട് നിന്നിട്ട് പിന്നെ ഡൗൺ ആയിട്ട് പിന്നെ അങ്ങോട്ടേക്ക് പോവുക. എന്ത് ജോലിക്കായിരുന്നു? അവിടെ പോയി ഞാൻ കുക്കിൻ്റെ ജോലിക്ക് പോയി. ടോപ്പ് ലെവലിൽ എത്തണമെങ്കിൽ അവിടെ പ്ലേറ്റ് കഴിയേ പറ്റൂ. എനിക്ക് പിടിച്ചു നിൽക്കണം ഇതിൻ്റെയൊക്കെ മുമ്പ് വെച്ച്. എനിക്ക് എൻ്റെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണം. എനിക്ക് എല്ലാം ഉണ്ട്. എനിക്ക് ഹൈറ്റ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, പക്ഷെ കോൺഫിഡൻസ് എന്ന സാധനം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അവന്മാരോട് നിൽക്കുമ്പോൾ നീയൊന്നുമല്ല എന്നെ ഇതിനകത്ത് കൊണ്ടുവന്നൊരു തോന്നലുണ്ട്. എൻ്റെ നിന്ന നിപ്പില് ഓരോ ആക്ടേഴ്സും വിട്ടുപോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. വിനയൻ സാറും. പക്ഷെ അമ്മയുടെ മീറ്റിങ്ങിനൊക്കെ വരുമ്പോഴുള്ള കെട്ടിപ്പിടുത്തവും ചുംബനമൊക്കെ കണ്ടാലുണ്ടല്ലോ, ഞാനൊക്കെ എത്ര കെട്ടിപ്പിടിക്കും. പക്ഷേ രസമാണ്, ഈ ഫേക്കായിട്ട് അഭിനയിക്കാൻ രസമാണ്. അനിയത്തിപ്രാവ് അതിൻ്റെ 25-ാം വർഷം ആഘോഷിക്കുന്ന സമയത്ത് കൃഷ്ണ പറഞ്ഞിട്ടുണ്ട് അത് കൃഷ്ണയിലേക്ക് എത്തിയൊരു സിനിമ കൂടിയായിരുന്നു എന്ന്. എന്നെ വിളിച്ചിരുന്നു, പോകാനുള്ളൊരു ചങ്കുറപ്പുണ്ടായിരുന്നില്ല. ഞാൻ എന്തിനാണ് പോകേണ്ടത്? ഇന്നത്തെ കുട്ടികൾക്ക് പക്ഷെ അത്ര പെട്ടെന്ന് കൃഷ്ണ എന്നുള്ളൊരു ആക്ടറെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? പുറത്തേക്ക് ഇറങ്ങും? ഇല്ല, പറ്റുന്നില്ല. എൻ്റെ പിള്ളേരെ ഞാൻ സിനിമ വിട്ടില്ല. അത് ഉറപ്പിച്ചതാണ്. വലിയ പടങ്ങളിൽ അഭിനയിക്കുമ്പോൾ എപ്പോൾ കത്രിയ വയ്ക്കുമെന്ന് അറിയില്ല. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നു. പക്ഷേ ബ്ലഡിൽ സിനിമയുണ്ട്. കുറച്ച് നേരത്തെ ആയിപ്പോയി മലയാള സിനിമയിൽ എത്തിയതെന്നുള്ളൊരു തോന്നലുണ്ടോ? കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കയറിയാൽ മതിയായിരുന്നു. പിന്നെ ഇതൊന്നും നമ്മൾ തേടി പോകുന്നതല്ലല്ലോ. നമുക്ക് വരുന്നൊരു സംഭവം, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സംഭവത്തിന് നമ്മൾ പുറത്തെടുക്കുകയാണല്ലോ. നമ്മൾ ഈ തേടി പോകുമ്പോഴല്ലേ നമുക്ക് നമ്മുടെ സമയവും കാലവും ഒക്കെ നോക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന അവസരങ്ങൾ ഞാൻ കയറി പിടിച്ചു, അതിൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിപ്പോയെന്ന് തോന്നുന്നു. അന്നത്തെ കാലത്ത് ചോക്ലേറ്റ് ഹീറോസ് എന്ന് പറഞ്ഞാൽ ചാക്കോച്ചനും ഞാനും മാത്രം ഉണ്ടായിരുന്നു. അതെ, നിങ്ങളുടെ സിനിമ അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചാക്കോച്ചനൊരു ഡേറ്റ് ഇഷ്യൂ വന്നാൽ നേരെ ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ആൾക്കാർക്കൊരു പുതുമ ഇഷ്ടമല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. അവർക്ക് ഒരു സ്ക്രിപ്റ്റ് ആയാലും ഒരു മൊണോട്ടണസ് സെയിം രീതിയിലുള്ള ചോക്ലേറ്റ് ഫീലിംഗ് ഉള്ളൊരു സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നതാണ്. അവസരങ്ങൾ വരുന്നതൊക്കെ വളരെ ഒരു മീഡിയോക്കർ, ഒരു ക്ലിക്കാവാത്ത സബ്ജക്ട്സും. അപ്പോൾ പിന്നെ ഒരു ബ്രേക്ക് എടുത്തു. അവസരങ്ങൾ വരുന്നതൊക്കെ ഞാൻ തള്ളിക്കളഞ്ഞു. എൻ്റെ മിസ്റ്റേക്കും കൂടിയാണ്. കാരണം ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ലായിരുന്നു. ഇപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കുഴപ്പമില്ല, ഐ എം ഹാപ്പി വിത്ത് വാട്ട് എവർ ഐ ഹാവ്. അങ്ങനെ ഉപേക്ഷിച്ച നല്ല സിനിമകളുണ്ടോ? അങ്ങനെ ഉപേക്ഷിച്ചത് ഒരുപാട് നല്ല സിനിമകളുണ്ട്. കാരണം ഡേറ്റിൻ്റെ ഇഷ്യൂ വന്നുകൊണ്ട് അത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു എനിക്ക് റോങ് തിങ്കിങ് വന്നു. കാരണം കുറച്ച് ആ സമയത്തൊക്കെ കുറച്ച് ഡിസ്റ്റർബ്ഡായി. എൻ്റെ സിനിമകൾ എന്ന് പറയുന്നത് ദയ, വാഴുന്നൂർ, ഇൻഡിപെൻഡൻസ്, ആ സമയത്തൊക്കെ നന്നായിട്ട് ഓടി. തിലാന, സ്നേഹിതൻ നല്ല സിനിമ. അതായത് നമ്മൾ വന്ന ഒരു ഹൈപ്പ് പിന്നെ ആ ഗ്രോത്ത് ഒന്ന് താഴോട്ട് പോകുമ്പോൾ മാനസികമായിട്ടൊരു മടുപ്പുണ്ടായി. പക്ഷേ ആ മടുപ്പിനെ ഞാൻ എൻ്റെ സ്ട്രെങ്ത് ആക്കി കളഞ്ഞു. പണ്ടൊക്കെ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ കണ്ടിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള 2 ബിഗ് ഗെയിംസ് എന്ന് പറയുന്ന പുരുഷന്മാരുടെ കൂട്ടത്തിലായാൽ അതിനപ്പുറം വരുന്ന ആൾക്കാരെ അംഗീകരിക്കാൻ തിയേറ്ററിൽ പോയി കാണാനൊരു മടിയുണ്ടായിരുന്നു മലയാളികൾക്ക്. പക്ഷേ ഇന്നതല്ല സ്ഥിതി മലയാള സിനിമയിൽ. ഞാനിപ്പോൾ ചെയ്യുന്ന സിനിമകളൊന്നും വലിയ പടങ്ങളല്ല, പക്ഷേ എന്നെപ്പോലെ ആൾക്കാർക്ക് സ്പേസ് ഉള്ള പടങ്ങളാണ്. കാരണം ഇന്നൊരു ബിഗ് ഗെയിമിൻ്റെ പടം ഓടണമെന്നില്ല. അതെ, പക്ഷെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ അങ്ങനെ ക്യാരക്ടർ റോൾസിലോട്ട് പതുക്കെ ഞാൻ മാറി. ഇനി എനിക്കൊരു ഹീറോ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, എനിക്കൊരു തിരിച്ചുവരവില്ല. കാരണം ഇനി അങ്ങനെ ആലോചിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ വീട്ടിലിരിക്കുകയേ ഉള്ളൂ മറ്റുള്ളവരെ പോലെ. പക്ഷേ ക്യാരക്ടർ റോൾസിന് സ്പേസിംഗ് ഉണ്ട്. കാരണം ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന ഹീറോസ് ഒന്നും ക്യാരക്ടർ റോൾസ് ചെയ്യില്ല. ക്യാരക്ടർ റോൾസ് ചെയ്യാൻ ആരാ വേണ്ടത്?
നമ്മളെ പോലുള്ള ആൾക്കാർ. Yes. അപ്പോൾ ആ സ്പേസ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര നാൾ. കാരണം നമ്മളൊരു ഫൈറ്റർ ആയതുകൊണ്ട് എവിടെയും നമ്മൾ ഇടിച്ചു കയറി വർക്ക് ചെയ്യാൻ റെഡിയാണ്. അതിനെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്നു എന്നുള്ളതാണ് അതെ. കൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പോസിറ്റീവായിട്ട് തോന്നുന്നത്. കാരണം ഞാൻ ഒരിക്കലും ഇപ്പോൾ നാട്ടിൽ പറയുന്ന ഒരു ഡിപ്രഷൻ മോഡിലോട്ട് ദൈവം സഹായിച്ച് പോയിട്ടില്ല. ആ. അതാണ് ഈ ഒരു നിത്യഹരിത നായം എന്ന് പറഞ്ഞ പോലെ അന്ന് കണ്ട അതേപോലെയാണ് ഏതാണ്ട് ഒരു 10-15 വർഷത്തിന് ശേഷം കാണുമ്പോഴും കൃഷ്ണ ഇപ്പോൾ ഒരു ഡിപ്രഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒന്നുമല്ല ഒരു രൂപം. നമ്മളൊരു വേറെ ലെവലിൽ നിന്നോട്ട് നമ്മൾ താഴെ വീഴുമ്പോഴേ നമ്മൾ ഏത് ലെവലിലോട്ട് നമ്മൾ പോകും. പിന്നെ നമുക്ക് ആ വഴി കൂടെ പോകും നമ്മൾ. പക്ഷെ ഞാൻ ഫൈറ്റ് ചെയ്ത് എൻ്റെ ഏറ്റവും പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും ആൾക്കാരെ വിളിക്കും അവസരത്തിന് വേണ്ടി. ഞാൻ ഈ അവസരങ്ങളെല്ലാം വിളിച്ചു കിട്ടിയ അവസരങ്ങളാണ്. ഞാൻ ദൃശ്യം 2 അഭിനയിച്ചു. ഞാൻ ജിത്തു സാറിനെ വിളിച്ചു, സാർ എനിക്കൊരു വേഷം തരണം. അതിനു മുമ്പ് രാമിന് വിളിച്ചു. എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ അതൊരു ശല്യമായിട്ട് തോന്നും, നമ്മുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും. ഒരു തവണ ഓർമ്മിപ്പിക്കാം, രണ്ടാമത്തെ തവണ ഓർമ്മിപ്പിക്കാം, മൂന്നാമത്തെ തവണ ഒരു ശല്യമായിട്ട് മാറി. അങ്ങനെ ഇപ്പോൾ അങ്ങനെ ഒരു കിട്ടിയൊരു വേഷമാണ് എനിക്ക് ഒറ്റക്കൊമ്പൻ സുരേഷ് ചേട്ടൻ്റെ പടത്തിൽ. ഓക്കെ. അതിൻ്റെ സംവിധായകൻ്റെ പേര് മാത്യു എന്നാണ്. അപ്പം ഞാൻ പുള്ളിയെ വിളിച്ച് ശല്യം ചെയ്യായിരുന്നു. അപ്പം പുള്ളി ചേട്ടനെ പറ്റിയതൊന്നുമില്ല ചേട്ടാ, അല്ല അത് എനിക്ക് ചെയ്യണം. അത് നമ്മൾ എടുത്ത് ചാടി സംസാരിക്കുകയാണേ, അത് വല്ലാത്തൊരു ധൈര്യമാണ്. ഉറപ്പായിട്ടും, കാരണം ഇത്ര വർഷമായതുകൊണ്ട്. അതെ. നമ്മുടെ ആവശ്യമാകുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് വിളിച്ച് ഇടിച്ച് നിന്നേ പറ്റും. ഒരു വേഷം ചെയ്തു എൻ്റെ അകത്ത് ശ്രദ്ധിക്കുന്ന വേഷമായിരിക്കാം. നമ്മൾ ഈ വലിയ പടങ്ങളിൽ അഭിനയിക്കുമ്പോൾ എപ്പോൾ കത്രിക വയ്ക്കുമെന്ന് അറിയില്ല. അങ്ങനെ കത്രിക വെച്ച് ഒഴിവാക്കിയ സിനിമകളുണ്ടോ? ഉണ്ട്. ഹെലൻ എന്ന സിനിമയിൽ എനിക്ക് ഇങ്ങോട്ടേക്ക് തന്നൊരു വേഷമാണെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പോൾ ആ പടത്തിൻ്റെ തുടക്കമാണ്, കുറച്ച് ലെങ്തായൊരു സാധനമായിരുന്നു. പക്ഷേ അത് പോകെ അത് കട്ടിങ് ടേബിളിൽ വന്നപ്പോൾ അതിനൊരു കംപ്ലീഷൻ കിട്ടിയില്ല. പക്ഷേ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നു. ഓക്കെ. ഈ വിഷമം എങ്ങനെ മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് എൻ്റെ വിനീത് വിളിച്ചു, കൃഷ്ണേട്ടാ എനിക്കൊരു കാര്യം പറയണം. ആ പടത്തിൽ ആ വേഷം ഇത് ഇങ്ങനെ കണ്ണടച്ച് പോകുന്ന രീതിയിലുള്ളൂ, ഒന്നും തോന്നരുത്. കാരണം ആ വേഷത്തിന് ആ സമയത്ത് അവിടെ വരേണ്ട കാര്യമില്ല. അതാണ് നല്ലൊരു ഫിലിം മേക്കർ. നമ്മളെ അറിയിച്ചിട്ട് നമ്മുടെ വേഷം കുറച്ചു. മറ്റേ നമ്മൾ തിയേറ്ററിൽ പോകുമ്പോഴാണ് ഭയങ്കര വിഷമം. അങ്ങനെ പിന്നെ ഞാൻ ആലോചിച്ചു, പിന്നെ ഇപ്പം എൻ്റെ ഒരു മോഡെന്ന് ഇപ്പോൾ പറയുന്നത് ഞാൻ കുറച്ചും കൂടെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഞാൻ ഒരു കോളിൽ പുതുക്കാൻ തുടങ്ങി ആൾക്കാരെ വിളിക്കുന്നത്. അപ്പം ഞാൻ ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആ ക്വാളിറ്റിയുള്ള ആൾക്കാരെ, എനിക്ക് ആ പടത്തിൽ ഒരു സ്പേസ് ഉണ്ടെന്നൊരു ഫീൽ ചെയ്യുന്ന ഒരാൾക്കാരെ ഞാൻ കുറച്ചും കൂടെ കൺസ്ട്രക്റ്റീവ് മോഡിലോട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ആവശ്യം എന്താണെന്നുള്ളത് തിരഞ്ഞെടുക്കാൻ തുടങ്ങി. ഓക്കെ. അല്ലാതെ കണ്ണടച്ച ആൾക്കാരെ വിളിക്കുകയല്ല. പക്ഷെ വിളിക്കുന്ന സമയത്തെല്ലാം റോൾ ഇല്ല എന്ന് പറഞ്ഞാൽ ആരും ഒഴിവാക്കില്ലല്ലോ. ഒരു പ്രതീക്ഷ തന്നിട്ടല്ലേ അവര് നമ്മളെ വളരെ നല്ല രീതിയിൽ കൃഷ്ണേട്ടനെ പോലെ ഒരാളെ കൊണ്ട് ഈ ഒരു വേഷം എങ്ങനെ ചെയ്യിപ്പിക്കാനാണ്. എന്ത് മനോഹരമായിട്ടാണ് പറയുന്നത്. അപ്പം അങ്ങനെ നന്നായിട്ട് അഭിനയിക്കുന്നു. പക്ഷെ അങ്ങനെ എങ്ങാനും പറയുമ്പോഴേ നമ്മുടെ സൈഡിലെ ആക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാതെ. ഓക്കെ. പക്ഷെ അവരത് പറയുമെന്ന് വിചാരിക്കില്ല. അത് ചെയ്യാനും തയ്യാറാണല്ലോ. അത് ചെയ്യാൻ തയ്യാറ്. നമ്മൾ രണ്ട് രീതിയിൽ ചിന്തിക്കാം. ഒന്നെങ്കിൽ നമ്മളൊരു ഈഗോ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളെ ആൾക്കാർ വിളിക്കട്ടെ, അങ്ങനെ വിചാരിക്കാം. രണ്ട്, ഇത് രസമല്ലേ. ഒരു സിനിമയിലൊരു വേഷം ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയെ ബാധിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ അതിനുവേണ്ടി ഇതിനകത്ത് ഇറങ്ങി തിരിച്ച ആൾക്കാരാണ്. മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട് അവസരങ്ങൾ ഇപ്പോഴും ഞാൻ ചോദിക്കാറുണ്ടെന്നുള്ളത്. അതെ. സിനിമയ്ക്ക് നമ്മളെ വേണ്ട, നമുക്കാണ് സിനിമ വേണ്ടത്. പോയിന്റ്. പക്ഷേ കൃഷ്ണയെ വേണം എൻ്റെ സിനിമയിൽ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന ഡയറക്ടേഴ്സ് ഉണ്ടോ? സഞ്ജയ് ബോബി ഒരു ഔട്ട് ഓഫ് ദി ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് സഞ്ജയ് ബോബി, സഞ്ജു ഏട്ടൻ
സഞ്ജയ് ബോബിയുടെ ട്രാഫിക്കിൽ നല്ലൊരു റോളായിരുന്നു. ആ ഒരു നല്ല റോളായിരുന്നു. വില്ലൻ ഷെയ്ഡ് ആണെങ്കിലും അത് അടികിട്ടുന്ന വേഷമാണ്. യാ ആ പടത്തിന് എനിക്ക് നല്ലൊരു വേഷം. അത് സിനിമയിൽ നിന്ന് ഔട്ടായി പോയ സമയമാണ്. അതെ, അതായിരുന്നു എൻ്റെ ഒരു റിമൈൻഡർ. ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്ന ഒരു റിമൈൻഡർ. നല്ല കിട്ടിലൻ സാധനമായിരുന്നു. ചെറുതാണെങ്കിൽ പോലും അടികൊള്ളേണ്ട വേഷമാണ്. അതെ. കുറേ ആൾക്കാർ എന്നെ ഈവൻ തെറ്റിദ്ധരിച്ചു ആ വേഷം അഭിനയിച്ച് കഴിഞ്ഞിട്ട്. കാരണം ആൾക്കാർക്ക് ഈ നെഗറ്റീവ് ഓർത്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് സഞ്ജയ് ബോബിയുടെ സ്ക്രിപ്റ്റ്സ് എല്ലാം കൺവിൻസിങ് സ്ക്രിപ്റ്റ്സാണ്. നമുക്ക് പറ്റിയൊരു സാധനം വരാതെ അവർ വിളിക്കില്ല. സോ ഇവരൊന്നും നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവർ പക്ക റൈറ്റേഴ്സാണ്. അതെ. ഈ വേഷം പുള്ളിയെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ നന്നായിരിക്കും തോന്നിയാലേ പുള്ളി വിളിക്കുള്ളൂ. അതെ, അല്ലാതെ വിളിക്കില്ല. VKP ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ പരസ്യങ്ങൾ തന്നിരിക്കുന്നത്. ഒരുപാട് നാഷണൽ ബ്രാൻഡ്സിൻ്റെ പരസ്യം ഞാനും ഷൈജു കുറുപ്പും ചെയ്തിട്ടുണ്ട്. സഹിച്ചു നല്ലൊരു സുഹൃത്താന്ന് തോന്നുന്നു. സൈജു അത്യാവശ്യം നല്ലൊരു സുഹൃത്താണ്. എന്ന് വെച്ചാൽ അവൻ പടത്തിനൊന്നും റെക്കമെൻഡ് ചെയ്യില്ല. എന്നാൽ തന്നെയും ഒരു ആരെക്കുറിച്ചൊരു ദോഷം പറയാത്ത ഒരാളാണ് പുള്ളിയും. സിനിമയിൽ അങ്ങനെ ആളെ കിട്ടണമെങ്കിൽ വളരെ കുറവ് ഭാഗ്യം ചെയ്യണം. ആരെക്കുറിച്ചൊരു ദോഷം പറയില്ല. വളരെ നോക്കിയും കണ്ടേ സംസാരിക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ പോയി കഴിഞ്ഞാലും നീ എന്താ അവിടെ ഇരിക്കുന്നത്, ഇവിടെ എൻ്റെ കൂടെ ഇരിക്കും, ആൾക്കാർ പറയുന്നത് വളരെ കുറവാണ്. നമ്മളൊരു ക്യാരവാനിൽ ആര് വന്നാലും ഇപ്പം ഈവൻ എനിക്ക് അതുവരെ തോന്നിയിട്ടില്ല, ഒരു ആർട്ടിസ്റ്റ് വേറൊരു ക്യാരവാൻ്റെ അകത്ത് കയറുമ്പോൾ മറ്റേ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആർട്ടിസ്റ്റിന് ഒരു അൺഈസിനെസ്സാണ്. ഈ ക്യാരവാൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം എന്നല്ല. ആ ക്യാരവാൻ അവിടെ ഇരിക്കുമ്പോൾ അത് ക്യാരവാൻ അയാളുടെ പ്രോപ്പർട്ടിയാണ്. ആ ഒരു തോന്നൽ ഇവർക്ക് വരും. അപ്പോൾ അവർ കഴിക്കാനെടുക്കട്ടെ, അപ്പോൾ അവിടെ 5 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞിട്ട് ഒരു ചായയും കൂടെ പറയട്ടെ. അപ്പോൾ ചായ കുടിച്ച് പിന്നെ രണ്ടാമത്തെ ചായയും കൂടെ പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇറ്റ്സ് ടൈം ടു ഗോ ഔട്ട്. അതാണ്. പക്ഷെ സൈജു അങ്ങനത്തെ ഒരാളാണ്. നീ ഇവിടെ ഇരിക്കടാ. ഞാൻ സൈജുവിനോട് അവസാനം ചെയ്ത പടം ആനന്ദ് ശ്രീബാല, അഭിലാഷ് പിള്ളയുടെ പടം. സജീവമാണ് ഞാൻ. പക്ഷേ സാഹസം പോലൊരു പടങ്ങൾ 1-2 കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ സൈക്കിൾ കറങ്ങും. ഞാൻ ബേസിക്കലി ഒരു റെസ്റ്റോറൻറ്റ് ഫാമിലി എന്നാണ്. റെസ്റ്റോറൻറ്റ് ഫാമിലിക്ക് അപ്പുറം ഒരു ഇത്രയും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. ട്രാവൻകൂർ സഹോദരിമാരിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അംബിക, ശോഭന, അതിങ്ങനെ വിനീതിലേക്ക് പോയി കൃഷ്ണയിലേക്ക് എത്തുന്നു. അതെ, കറക്റ്റാണ്. ഒരു അടിമുടി സിനിമയാണ്. കറക്റ്റ്, അങ്ങനെ പറയാം. അതാണ് ഒറ്റ വാക്കി പറയാൻ. ഞാൻ എല്ലാത്തിൻ്റെ ഒരു മിക്സ്ചറാണ്. ബ്രേക്ക് എടുത്ത സമയത്ത് എന്താ ചെയ്തത്? അതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. ഈ ബ്രേക്ക് എടുത്ത സമയം എന്ന് പറഞ്ഞാൽ വേറെ നമുക്ക് തിരിഞ്ഞങ്ങോട്ടേക്കും പോകാനില്ല. നമ്മൾ ഡിഗ്രി കഴിഞ്ഞാൽ നമുക്കൊരു ജോലിക്ക് പോകാൻ പറ്റില്ല. കാരണം നമ്മൾ ആ ലെവലിൽ നിന്ന സമയമാണ്. ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യാൻ പറ്റൂല, ബസ്സിൽ കയറി പോകാൻ പറ്റില്ല, ഒരു സാധാരണ ഹോട്ടൽ മുറിയിൽ റൂം എടുത്ത് താമസിക്കാൻ പറ്റില്ല, പുറത്തിറങ്ങുമ്പോൾ ബ്രാൻഡഡ് ഐറ്റംസ് തന്നെ വേണം, ഷർട്ടായാലും നമ്മുടെ ഔട്ട്ഫിറ്റ് എല്ലാം. അതിനപ്പുറം ഉള്ളത് ഏതാ അടുത്ത പ്രൊജക്റ്റ്, എപ്പോഴാണ് റിലീസ് എന്നുള്ളതാണ്. ദുബായ്ക്കാരൻ നാട്ടിൽ വരുന്ന പോലെ തന്നെ എപ്പോഴാണ് തിരിച്ചു പോകുന്നത് ചോദിക്കുന്നതാണ് ഏതാ അടുത്ത പടം. അപ്പം കുറേ നാൾ ഞാൻ വേറൊരു ഒരു കള്ളത്തരമൊക്കെ ചെയ്തു. ഞാൻ കുറേ നാൾ പറയും ഞാൻ തെലുങ്കിലാണെന്ന് പറയും. അപ്പം തെലുങ്ക് മടുപ്പ് വരുമ്പോൾ ഞാൻ കന്നഡയിലാണെന്ന് പറയും. അങ്ങനെ മാറി 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 ആ സമയത്ത് എൻ്റെ ഒരു ഇമ്മച്യൂരിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. കുറേ അങ്ങനെ നിഷ്കളങ്കമായ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കുട്ടി കുട്ടി കള്ളത്തരമാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് കാണുന്ന ആൾക്കാരെ തന്നെ നാളെയും തന്നെ കാണുന്നത്. അവരെപ്പോഴേക്കും ഇതെപ്പോഴും ഇവിടെ തന്നെയാണ്. പിന്നെ തെലുങ്കിലാണ്, കന്നഡയിലാണ്, ഹിന്ദിയിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആള് കൊച്ചിയിലുണ്ട്. എൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത സാധനമാണ് എൻ്റെ സ്വന്തം ബിസിനസ്. ഈ റെസ്റ്റോറൻറ്റ് പറയുന്നത് എൻ്റെ ഫാദർ പഠിപ്പിച്ചിരിക്കണമെന്ന് വെച്ചാൽ ടോപ്പ് ലെവലിൽ എത്തണമെങ്കിൽ അവിടെ പ്ലേറ്റ് കഴിയേ പറ്റൂ. അങ്ങനത്തെ ഒരു ഗ്രൈൻഡിൽ പോയ ഒരാളാണ്. താഴെ തട്ടുന്നേ പഠിച്ചു വരണം.
അതാണ് എൻ്റെ നട്ടല്. ആ നട്ടല് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും സിനിമയിൽ എനിക്ക് വേഷങ്ങളുള്ളത്. സൂപ്പർ വേഷങ്ങളല്ല, ചോദിച്ച് പോവാന്ന് പറയുന്ന പോലെ തന്നെ ചോദിച്ച് ചാൻസ് വാങ്ങിച്ച ഒരാളാണ് ഞാൻ. ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ വേറൊരു ജോലിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ടില്ല, പോവില്ല പോവില്ല. ആൾക്കാർ. അവിടെ നിങ്ങൾ അതിനിടയിൽ ഒന്ന് ഈ കേരളം വിട്ട് ഡൽഹിയിൽ ജോലിക്കും പോയിന്ന് കേട്ടു. അതെ, ഞാൻ കേരളം വിട്ട്, കാരണം ഈ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടുത്തെ പഠിച്ചു കഴിഞ്ഞു. ഈ ഇതിൻ്റെ ബേസ് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും മുതലാളിയാവുള്ളൂ. കുറച്ച് ധൈര്യം വെക്കണമെങ്കിൽ, കുറച്ച് ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റണമെങ്കിൽ, ഒന്ന് എന്താടാന്ന് ചോദിച്ചാൽ പോടാന്ന് പറയാനുള്ള ധൈര്യം വേണമെങ്കിൽ നമ്മൾ കേരളം വിട്ട് പോയാലേ ശരിയാവും. കാരണം കേരളത്തിൽ നമ്മളൊരു സിനിമാക്കാരനായിട്ട് അറിയപ്പെടുന്നു, നമുക്ക് വിളിച്ചാൽ കൺട്രോളർമാർ വണ്ടി അയച്ചു തരുന്നു. പക്ഷെ അതല്ല, ഞാൻ അവിടെ പോയിട്ട് ശരിക്കും ഫൈറ്റ് ചെയ്തു. ജീവിതം പഠിക്കാൻ പോയി. ദിവസങ്ങൾ കരഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഈ മലയാള സിനിമയിൽ ടോപ്പായിട്ട് നിന്നിട്ട് പിന്നെ ഡൗൺ ആയിട്ട് പിന്നെ അങ്ങോട്ടേക്ക് പോവുക. എന്ത് ജോലിക്കായിരുന്നു? അവിടെ പോയി ഞാൻ കുക്കിൻ്റെ ജോലിക്ക് പോയി. ഞാൻ വളരെ പ്രശസ്തമായൊരു ചെയിൻ ഉണ്ട്, അവിടെ ഞാൻ കുക്കിൻ്റെ ജോലി ചെയ്തു. എൻ്റെ ഞാൻ പഠിച്ചത് തന്തൂരിയാണ് പഠിച്ചിരിക്കുന്നത്. തന്തൂരി എന്ന് പറയുന്ന സാധനം എനിക്ക് എത്ര ചൂടുണ്ടെങ്കിലും എനിക്ക് ഈ മാവ് കൈകൊണ്ട് അടിക്കാൻ പറ്റും. അപ്പോൾ കൈകൊണ്ട് അടിച്ചിട്ട് നേരെ അടുപ്പിൻ്റെ അകത്ത് ഇടാൻ പറ്റും. അതിന് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒരു ബാസ്ക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അത് അങ്ങനെ ശീലമായിരിക്കുക. ഒരു വാശിയായിട്ട് എടുത്തു. അവിടെ 6 മാസം നിന്നു. അവിടെ നിന്ന് വേറെ കടയിലോട്ട് പോയി, അവിടെ 6 മാസം നിന്നു. അപ്പോഴാണ് അപ്പോൾ അവിടെ ആൾക്കാർ തിരിച്ചറിഞ്ഞോ? സിനിമക്കാർ ഇല്ല. അന്നൊന്നും സോഷ്യൽ മീഡിയ ഇങ്ങനത്തെ ഒരു ബോംബായിരുന്നില്ലല്ലോ. ഇപ്പോഴല്ലേ ഇതൊരു ബോംബാവുന്നത്. അന്നൊന്നും മീഡിയ അത്രയും സജീവമായിരുന്നില്ല. എത്ര നാൾ അങ്ങനെ ജോലി ചെയ്ത് തന്നു? ഒരു വർഷം മാറിയപ്പോൾ തന്നെ എൻ്റെ ഔട്ട്ലുക്ക് അങ്ങ് മാറി. കൃഷ്ണയിലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഡൽഹിയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള കൃഷ്ണ തിരിച്ചു വരുമ്പോൾ ആ ആള് മാറിയിട്ടാണോ? എനിക്ക് കോൺഫിഡൻസ് തോന്നി. എനിക്ക് ഏതൊരു ഘട്ടവും ഏതൊരാളെയും ഫേസ് ചെയ്യാൻ പറ്റും. പണ്ട് ഈ കുറച്ച് ആൾക്കാരെ സിനിമയിൽ കാണുമ്പോൾ ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടായിരുന്നില്ല. കുറച്ച് ടോപ്പുള്ള ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് എല്ലാം ഉണ്ട്. എനിക്ക് ഹൈറ്റ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, പക്ഷെ കോൺഫിഡൻസ് എന്ന സാധനം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ഞാൻ അവന്മാരോട് നിൽക്കുമ്പോൾ നീയൊന്നുമല്ല എന്നെ ഇതിനകത്ത് കൊണ്ടുവന്നൊരു തോന്നലുണ്ട് എനിക്ക്. അതൊരു പവർ, വല്ലാത്തൊരു പവറാണ്. പക്ഷെ നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴെങ്കിലും ഇപ്പം അരുൺ പറഞ്ഞ പോലെ അന്നും ഇന്നും ഒരുപോലെ ആണെന്നൊരു പോസിറ്റീവ് സാധനം പറഞ്ഞില്ലേ, ഇത് എത്ര നാൾ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പറ്റും അത്രയും ഫൈറ്റ് ചെയ്യും. പല വഴികൾ തെരഞ്ഞെടുക്കും ആൾക്കാരെ ഒരു ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ എന്നുള്ളതാണ്. കൈവിട്ട വഴിയിലേക്ക് പോകുന്നൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഞാൻ എൻ്റെ ഹെൽത്തിനെ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്. സൂര്യ നമസ്കാരം ചെയ്യുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു സാധനത്തിൽ വീഴുമ്പോൾ ഒരു കോളിംഗ് വരുന്നൊരു ഫീലിംഗ് വരും. അതായത് അത് വേണമെന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പറയുന്നതിന് മുമ്പ് എടാ വേണ്ട. എൻ്റെ സുഹൃത്തുക്കൾ പോലും ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് ഒരുപാട് പേര് വന്ന് വീഴും, പക്ഷെ അതിൽ ഒരെണ്ണത്തിനെ ഞാൻ പിക്ക് ചെയ്യുള്ളൂ. കാരണം അതിന് ആ ആൾക്ക് നമ്മളോട് ആത്മാർത്ഥം ഉണ്ടെന്ന് അറിഞ്ഞാലേ മാത്രമേ അയാളെ പിക്ക് ചെയ്യൂ. സൗഹൃദങ്ങൾ നന്നായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ആളാണ് കൃഷ്ണ. നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് സംസാരിച്ചത്. അപ്പോൾ എനിക്കത് മനസ്സിലായി. ഏതാണ്ട് ഒരു 10 വർഷത്തിന് ശേഷം. സിനിമയിൽ അതുപോലെ നല്ല സൗഹൃദങ്ങൾ കൃഷ്ണയ്ക്കുണ്ടോ? ഒരു സിനിമാക്കാരൻ്റെ അടുത്ത് ഒരിക്കലും അതിനകത്തൊരു ജെന്യൂൻ ആൻസർ കിട്ടില്ല ഒരു സിനിമാക്കാരൻ്റെ. കാരണം നിലനിൽപ്പിന് വേണ്ടി മാത്രം സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരാണോ സിനിമക്കാർ? അതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. അത് നിലനിൽപ്പിന് വേണ്ടി എന്ന് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാണുമ്പോൾ അപ്പനാണോ അച്ഛാന്ന് വിളിക്കാം. കാണുമ്പോൾ നമ്മളൊരു എന്തൊക്കെയുണ്ട്, എത്ര നാളായി, അത്രയുള്ളൂ. അത് ആ മോഡുലേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സിനിമാക്കാരനാണ്. കാരണം ഇവിടെ എനിക്ക് ആർക്കും നല്ലൊരു ഫ്രണ്ട് ഇല്ല.
സിനിമയിൽ എൻ്റെ ഭാഗത്ത് കാണുമ്പോൾ ഐ ഫീൽ ഇറ്റ്സ് എ ഫേക്ക് വേൾഡ്. പക്ഷെ അമ്മയുടെ മീറ്റിങ്ങിനൊക്കെ വരുമ്പോഴുള്ള കെട്ടിപ്പിടുത്തവും ചുംബനമൊക്കെ കണ്ടാലുണ്ടല്ലോ സിനിമക്കാരൊക്കെ ഭയങ്കര ബന്ധമാണെന്ന് തോന്നിപ്പോകും. ഞാനൊക്കെ എത്ര കെട്ടിപ്പിടിക്കും. നമുക്ക് വേറെ ആരെയും കുറ്റം പറയണ്ട. ഞാൻ എത്ര പേരെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. സത്യം അരുൺ പറയുന്നത്. കാരണം എനിക്ക് തിരിച്ചു കിട്ടിയത് ഒരു അമ്മയ്ക്ക് മുമ്പ് എനിക്ക് തിരിച്ചു കിട്ടിയത് ഞാൻ അടുത്ത അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കും. കെട്ടിപ്പിടി ചിലവരൊക്കെ എവിടെയാണ് എത്രയും നാള്. പക്ഷേ രസമാണ് ഈ ഫേക്കായിട്ട് അഭിനയിക്കാൻ രസമാണ്. കാരണം നമുക്കറിയാം അവൻ്റെ ഉള്ളൊക്കെ എന്താന്ന്. പണ്ടത്തെ പോലെ ആരും റെക്കമെൻഡ് ചെയ്യില്ല. പണ്ടൊക്കെ അവനൊരു ചാൻസ് കൊടുത്തേക്കണം. ഇപ്പം റെക്കമെൻഡ് ചെയ്യില്ല. നമ്മൾ സീനിൽ നിന്നാൽ മതി. യു ഹാവ് ടു ബി ആക്റ്റീവ് വിത്ത് ദ സീൻ. ഡയറക്ടേഴ്സൊക്കെ റെക്കമെൻഡ് ചെയ്യും കേട്ടോ. ഈ അമ്മയിൽ വരുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു എനർജി ക്രിയേഷനാണ്. ഇത്രയും പേരെ കണ്ടുപോകുന്നതും ഇത്രയും പേരുടെയും സൗഹൃദങ്ങൾ കേൾക്കാനൊന്നുമല്ല, ഒരു പവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കഴിഞ്ഞ അമ്മയുടെ മീറ്റിങ്ങിന് പോകുമ്പോൾ ഞാൻ ലാസ്റ്റാണ് പോയത്. ലാസ്റ്റ് പോയെന്ന് വെച്ചാൽ നമുക്കറിയാം അതിൻ്റെ ഒരു ഫ്ലോ അറിയാം. ലാസ്റ്റ് ഇതായിരുന്നു ഏറ്റവും രസം. ഇലക്ഷനായിരുന്നു. അന്ന് ഭയങ്കര രസമാണ്. അറിയാത്തവർ പോലും വന്ന് കെട്ടിപ്പിടിച്ച് നോക്കിക്കോണേ. അതെ. വേർതിരിവ്, അതായത് മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുന്ന ആൾക്കാർക്ക് മുൻനിരയിലും അവിടുന്ന് എന്താ പറയുക, വർഷത്തിൽ 1-2 സിനിമ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആകുമ്പോഴേക്ക് ഒരു പിൻനിരയിലേക്കും സീറ്റ് കൂടെ വരുന്ന ഒരവസ്ഥയാണോ, അല്ല നമ്മൾ പോയി സ്ഥാനം പിടിക്കുന്ന അങ്ങനെയാണോ? ഞാൻ പറയൽ തന്നെ ഇരുന്നേക്കാം. വേർതിരിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുണ്ടായിരിക്കും. പക്ഷെ അതിനൊരു ബോധറേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. വേർതിരിവ് നമുക്ക് എല്ലാ സ്ട്രീമിലും ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നില്ല, ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ടാവും. പക്ഷെ ഇടിച്ചു കയറി നിൽക്കുന്നത് നമ്മുടെ ഒരാളുടെ പവറാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10 പേര് അവിടെ നിൽക്കുന്നു, അവരുടെ ഗ്രൂപ്പായിരിക്കും. നമ്മളവിടെ പോയി അവിടെ ഇരുന്ന് നമ്മൾ സംസാരിക്കണം. വെദർ ദേ ഫീൽ അൺകംഫർട്ടബിൾ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതൊരു വല്ലാത്തൊരു സൈക്കോസിന്റെ വേറൊരു രൂപം. വിനയൻ എന്ന സംവിധായകൻ്റെ ഒരു കമ്പനി ആക്ടർ കൂടിയായിരുന്നു കൃഷ്ണ. ഒരുപാട് അവസരങ്ങൾ തന്നിട്ടുണ്ട്. ഒരുപാട് അവസരം. വിനയൻ ചേട്ടൻ്റെ എല്ലാ പടങ്ങളിലും ഞാനുണ്ട്. അദ്ദേഹം ഒരു പടവും ഞാനില്ലാതെ ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. വിനയൻ സാറിനെ അങ്ങ് മാറ്റി നിർത്തിയൊരു സമയം ഉണ്ടായിരുന്നു. അതെ. അങ്ങനെ വിനയൻ്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ വിട്ടു നിൽക്കണമെന്ന് കൃഷ്ണയോട് പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതെല്ലാം വളരെ ബുദ്ധിപരമായിട്ട് ഡിപ്ലോമാറ്റിക് രീതിയിൽ ടാക്കിൾ ചെയ്തതാണ്. ഒരാൾ അവിടെ ചെയ്യല്ലേ കേട്ടോ, പണി കിട്ടും, പിന്നെ 2-3 വർഷം ലോക്കായിരിക്കും. വലിയ ആൾക്കാർ, രാജു സാറ്, ക്യാപ്റ്റൻ രാജു സാറ്, മാളച്ചേട്ടൻ, പിന്നെ മരിച്ചുപോയൊരു വലിയ ആർട്ടിസ്റ്റ്, കുറേ പേര് ലോക്ക് വീണ അതാണ്, ചെയ്യല്ലേ പണി കിട്ടും. ഞാൻ അവരുടെ ഒറ്റ ചോദിച്ചിട്ടുള്ളൂ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ പടത്തിന് വേഷം തന്നിട്ടുണ്ടോ? വളരെ ഡിപ്ലോമാറ്റിക്കായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ധൈര്യമൊന്നും എനിക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടാ ഞാൻ പോയി ചെയ്തോട്ടെ. അപ്പോൾ വിനയൻ സാർ ഇടയ്ക്ക് വിളിക്കും, എടാ നിന്നെ ആരെങ്കിലും തടഞ്ഞു നിർത്തിയാൽ നീ എന്ത് പറയും? വിനയേട്ട ഞാൻ അവിടെ എത്തിക്കോളാം. അങ്ങനെ ഞാൻ ഫൈറ്റ് ചെയ്ത് കയറി. എൻ്റെ നിപ്പിൽ ഓരോ ആക്ടേഴ്സും വിട്ടുപോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് വിനയൻ സാറിൻ്റെ പടം. അത്രയ്ക്കും ടോർച്ചർ ചെയ്യപ്പെട്ട ഒരാളാണ്. എനിക്ക് ദൈവം സഹായിച്ച ഈ നിമിഷം വരെ വിനയൻ സാറിൻ്റെ പടത്തിൽ ജോലി ചെയ്തുകൊണ്ട് എൻ്റെ ജോലി പോയിട്ടില്ല. ഞാൻ ബാങ്കിങ് അവേഴ്സ് ചെയ്തിരുന്നു. വിനയൻ സാറിൻ്റെ പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാങ്കിങ് അവേഴ്സ് ചെയ്തത്. പിന്നെ ആരും അവിടുത്തെ കൺട്രോളെന്നറിയാം ഞാൻ വിനയൻ സാറിൻ്റെ പടത്തിനാണ് പോകണമെന്ന്. ഇതേ ഞാൻ പറഞ്ഞു കൊടുക്കുവേ, കാരണം പറഞ്ഞു കൊടുത്താൽ അവിടുത്തെ കട്ടാണ് എനിക്ക്. പക്ഷെ ആരും ദ്രോഹിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ വേഷങ്ങൾ കട്ട് ചെയ്തിട്ടില്ല. ഒരു കൺട്രോളേഴ്സും ഒരു ഡയറക്ടേഴ്സും ഒന്നും കൺട്രോൾ ചെയ്ത്, കാരണം അവർക്കറിയാം ഞാൻ
കയറി പോട്ടെ പയ്യൻ. അല്ല, നേരത്തെ ഒരു രൂപസങ്കല്പം, സിനിമാ നായകനായാൽ ഒരു രൂപസങ്കല്പം മലയാളികളുടെ മനസ്സിലുണ്ടായിരുന്നു. ആ, അത്യാവശ്യം ഉയരം വേണം, സൗന്ദര്യം വേണം എന്നുള്ളതൊക്കെ. അതൊക്കെ മാറി. ഇന്ന് ആരഭിനയിച്ചാലും സ്വീകരിക്കും എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് എത്തിയില്ലേ മലയാള സിനിമ? കറക്റ്റാണ്. ഇപ്പോൾ നായകനൊരു ഇമേജ് ഇല്ല. ഇല്ല. നായകൻ്റെ ഇമേജാണ് സ്ക്രിപ്റ്റ്. യെസ്. നായകൻ്റെ ഇമേജാണ് സ്പോണ്ടേനിയസ് ആകുക. നായകൻ്റെ ഇമേജാണ് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് സാധനം ഇടുക. നെക്സ്റ്റ് ഡോർ പേഴ്സണാണ് നായകൻ. അതെ. നമ്മുടെ സിനിമ ലോജിക്കേ മാറിക്കഴിഞ്ഞു. ക്യാരക്ടർ ആർട്ടിസ്റ്റുകൾക്ക് അങ്ങനെ രൂപമുണ്ടായാൽ കൊള്ളാം, പക്ഷെ എന്നാൽ തന്നെ നായകന് ഒട്ടും ലുക്സ് കൊണ്ട് പ്രശസ്തിയില്ല. ലുക്ക് കൊണ്ട് സിനിമകൾ നഷ്ടമായിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ടുണ്ട് 2-3 പടങ്ങൾ അങ്ങനെ. അതെ കൃഷ്ണ, നമുക്ക് ഇങ്ങനത്തെ ഒരു ലുക്കല്ല വേണ്ടത്, നമുക്ക് കുറച്ച് വില്ലേജ് റസ്റ്റിക് ലുക്കാണ് വേണ്ടത്. അപ്പോൾ ഒരിക്കലും കൃഷ്ണയെ നമുക്ക് അങ്ങനെ അതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, താടി വളർത്തി താടി വളർത്തി ഡയറ്റൊക്കെ ചെയ്ത് കറപ്പിച്ച് ലുക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇവർ വിളിക്കില്ല. പിന്നെ തിരിച്ച് പോലീസ് സിനിമ കിട്ടാത്തതുകൊണ്ടാണ് ഇവരിങ്ങനെ നടക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു തുടങ്ങും. 90കളിലെ ആൾക്കാർക്കൊക്കെ കൃഷ്ണ എന്ന് പറയുമ്പോൾ മനസ്സിൽ ഓടി വരാൻ കുറേ റോൾസ് ഉണ്ട്. ഞാൻ പറയുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് പക്ഷെ അത്ര പെട്ടെന്ന് കൃഷ്ണ എന്നുള്ളൊരു ആക്ടറെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? പുറത്തേക്ക് ഇറങ്ങും? ഇല്ല, പറ്റുന്നില്ല. അതായത് ഞാനൊരു അസോസിയേഷൻ്റെ ഒരു ഫംഗ്ഷന് പോയിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കുക, ഈ അങ്കിളിനെ കണ്ട ഓർമ്മയുണ്ടോ? അപ്പോൾ ഇപ്പം നമ്മളങ്ങ് കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു ചമ്മലുണ്ടാവും. ഈ അങ്കിളിനെ കണ്ട ഓർമ്മ രണ്ടാമത്തെ തവണയായപ്പോൾ അവിടെ കേക്ക് കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേക്ക് കട്ടി ഞാൻ കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുത്തു. മതി. കാരണം ആ കുഞ്ഞിനെ ഓർത്ത് എടുക്കാൻ പറ്റുന്നില്ല. ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് കേൾക്കുമ്പോൾ ഒരു ചെറിയ വിഷമമുണ്ട്. തീരെ പൊടിക്കുഞ്ഞൊന്നുമല്ല, പ്രായമുള്ള നല്ല ഒരു സൈസബിൾ കുഞ്ഞാണ്. ശരി, പുതിയ പിള്ളേർക്ക് നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അത് ശരിയാവും. അത് നമ്മുടെ ഈ എന്താ പറയുന്നത്, നമ്മൾ ഈ അഗ്രസീവ്നെസ് നമുക്ക് നല്ല പടങ്ങൾ കൊണ്ടുവരും. അപ്പോൾ ഒരു വെള്ളിയാഴ്ച മതി ഇതെല്ലാം. വെള്ളിയാഴ്ച സമയത്തിൽ വിശ്വാസമുണ്ട് കൃഷ്ണ? പിന്നെ സമയത്തിൽ വിശ്വാസമുണ്ട്. കാരണം ഞാൻ ഈ സാഹസം എന്ന പടം ചെയ്യുന്നതിന് മുമ്പേ പിന്നെയും നമുക്ക് വർക്കൊന്നുമില്ല, ഇനിയിപ്പോൾ തിരിച്ച് എന്താ ചെയ്യുക, ഞാൻ ഈ പഠിച്ച പണി റെസ്റ്റോറൻറ്റ് തന്നെ ഇതെല്ലാം നിർത്തിയിട്ട് ഞാൻ എവിടെയെങ്കിലും പോയി ഒരെണ്ണം ഒന്ന് സെറ്റ് ചെയ്താലോ, റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്താലോ എന്ന് ആലോചിച്ചു. അപ്പോഴാണ് എവിടെ നിന്നോ ദൈവമേ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരികയല്ല, മൂകാംബിയെ പോയി, കുടജാദ്രി പോയി, അവിടെ കുറച്ച് നേരം ഇരുന്നു. ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. തിരിച്ചു വന്നപ്പോഴും വിളിയൊന്നും വന്നില്ല. നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ ഭക്തി മോടി പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവമേ ഒരു വേഷം തരണേന്നാണ്. പക്ഷെ നമ്മൾ ചോദിച്ചാൽ നമുക്ക് കിട്ടില്ല. അപ്പം മനസ്സ് അതിനെ പ്രിപ്പയർ ചെയ്ത് അവിടെ വരെ തിരിച്ചു വന്നു. അപ്പം ഇങ്ങനെ നോക്കിയിരിക്കുക ദൈവം എന്തെങ്കിലും കൊണ്ടുവന്ന് തരുമെന്ന്. പക്ഷേ എന്തോ ഒരു ലക്ക് ഫാക്ടർ എനിക്ക് ആ പടം തന്നു, സാഹസം. ഇത് സൂപ്പറായി എന്നും പറയാൻ മനസ്സിലായി. പക്ഷേ അതിട്ട് ചെറിയൊരു ഓളം കിട്ടി എനിക്ക്. ആ ഓളത്തിൽ ഞാൻ ക്യാഷ് ചെയ്തു, ഓളത്തിൽ ഞാൻ ഹുക്ക് ചെയ്തു. ആ ഓളത്തിൽ ഹുക്ക് ചെയ്താണ് നേരെ ഒറ്റക്കൊമ്പലിലോട്ട് പോയത്. ആ ഒറ്റക്കൊമ്പിൽ നേരെ അടുത്ത പടത്തിലോട്ട് പോവുക. ആ ഒരു ചെയിൻ ഓഫ് ഇവൻസ് ദൈവാധീനം കൊണ്ട് വന്ന സാധനമാണ്. എന്ന് വെച്ച് ഇങ്ങനെ എന്താ പറയുന്നത്, വ്രതവും മറ്റേതും അങ്ങനെയൊന്നുമില്ല. ഒരു സുപ്രീം പവർ നമ്മളെ റൂൾ ചെയ്യുന്നുണ്ട്. ടൈം തെറ്റി തുടങ്ങിയത് എവിടെയാണ്? അനിയത്തി പ്രാവലാണോ? അതൊക്കെ ഭീകരമായ ടൈം തെറ്റിലല്ല അതിന് പറയേണ്ടത്, അതിനൊക്കെ വേറെ ലെവലാണ് പറയേണ്ടത്. ടൈം തെറ്റി ഓവർ കോൺഫിഡൻ്റ് ആയ ലെവൽ എന്ന് പറഞ്ഞാൽ, ഷാജഹാൻ തമിഴ് വിജയുടെ കൂടെ ഈക്വൽ ക്യാരക്ടർ, ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയി. എന്നാ പണി വെച്ചിருக்கு. ഓവർ കോൺഫിഡൻ്റ് ആയെന്ന് പറഞ്ഞാൽ വരും ഓരോ വേഷങ്ങൾ വരുമ്പോൾ ഇതിനെക്കാട്ടും നല്ല. കാരണം നമ്മൾ അവിടെ റെസ്പെക്റ്റ് ഭയങ്കരമാണ്. റെസ്പെക്റ്റ് നമുക്ക് ആൾക്കാർ തരുമ്പോൾ നമുക്കവിടെ കുറച്ച് ഓവർ കോൺഫിഡൻ്റ് ആവും. അഹം എന്നുള്ളൊരു ഭാവം വന്നില്ലെങ്കിൽ പോലും ഞാൻ എന്തൊക്കെയോ ആണെന്നുള്ളൊരു ധാരണ വരും. അപ്പം ആ സമയത്ത് കുറേ അവസരങ്ങൾ വിട്ടുപോയി എനിക്ക്. മലയാളത്തിൽ നിന്ന് തമിഴിൽ നിന്ന്.
അല്ലെങ്കിൽ അവിടെ റൂട്ട് പിടിച്ചു പോയനെ. അനിയത്തിപ്രാവ് അതിൻ്റെ 25-ാം വർഷം ആഘോഷിക്കുന്ന സമയത്ത് കൃഷ്ണ പറഞ്ഞിട്ടുണ്ട് അത് കൃഷ്ണയിലേക്ക് എത്തിയൊരു സിനിമ കൂടിയായിരുന്നു എന്ന്. അത് കയ്യിൽ നിന്ന് പോകാനുള്ള കാരണം എന്തായിരുന്നു? ചാക്കോച്ചൻ്റെ ഈ 25 ഇയേഴ്സ് സെലിബ്രേറ്റ് ചെയ്യുമ്പോഴേ എന്നെ വിളിച്ചിരുന്നു. പോകാനുള്ളൊരു ചങ്കുറപ്പുണ്ടായിരുന്നില്ല. ഞാൻ എന്തിനാണ് പോകേണ്ടത്? കാരണം വേറെ ആളുടെ ഒരു വിജയത്തിന് ഞാൻ ഒന്നും പറയാനില്ല, എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല. അവിടുത്തെ മിസ്സിങ് എനിക്കറിയില്ല ആരും. കാരണം അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആൻസേഴ്സ് ഇല്ല. അത് കാരണം ആ സമയത്ത് അങ്ങനെ നടന്നു, എൻ്റെ കയ്യിൽ നിന്ന് പോയി. വേറെ എന്തെങ്കിലും ഇനി അങ്ങോട്ടേക്ക് നല്ലതിന് വേണ്ടി ആയിരിക്കാം. ഉറപ്പായിട്ടും സിനിമകൾ കുറഞ്ഞപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് പോയത് കുക്കിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പൊതുവേ പറഞ്ഞു കേട്ടത് ഈ ഹോട്ടൽ ഫീൽഡാണ് ഏറ്റവും വലിയ തലവേദന എന്നാണ്. ആണോ? അത് ഇതിങ്ങനൊരു അവസരത്തിൽ അങ്ങനെ വലിയൊരു തലവേദന ഏറ്റെടുത്ത് വയ്ക്കാൻ പോകാൻ കാരണം എന്തായിരുന്നു? കാരണം എനിക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് പിടിച്ചു നിൽക്കണം ഇവൻ്റെയൊക്കെ മുമ്പ് വെച്ച്. എനിക്ക് എൻ്റെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണം. എനിക്ക് കുറവുകൾ കാണിക്കാൻ താല്പര്യമില്ല. എനിക്ക് അഗ്രഷനും എനിക്ക് പവർ വേണം. അപ്പം പിന്നെ എനിക്കുള്ള സാധനം നന്നായി നോക്കി നടത്തുന്നതല്ലേ നല്ലത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ ഓരോ ഷോസിന് വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അങ്ങനെ ഇരിക്കുന്നതാണ് ഞാൻ വളരെ പ്രശസ്തമായൊരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ കോമ്പയറായിട്ട് കയറിയത് പാചകത്തിൽ. അവരുടെ ഇത്രയും ഫോളോ ചെയ്യുന്നു. സിനിമ അടഞ്ഞു കഴിഞ്ഞാലും എനിക്ക് വേറെ 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 ചെയ്യാൻ ഒരുപാട് അവന്യൂസ് ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ച സംഭവമല്ല എനിക്ക് വന്നിരിക്കുന്നത്. ഇനിയും നല്ലത് വരാനിരിക്കുന്നുണ്ട്. പക്ഷേ ദൈവം ഒരിക്കലും ഞാൻ താഴ്ത്തിയിട്ടില്ല. കൃഷ്ണൻ നേരത്തെ തുടങ്ങിയത് കൊണ്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മമ്മൂക്ക അടക്കമുള്ള ആൾക്കാരുടെ പരിശോധിച്ച് നോക്കിയാൽ 40കളിലാണ് നായക വേഷങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയത്. ഏകദേശം അതിൻ്റെ അടുത്തൊക്കെ തന്നെ ഉണ്ട് ഇപ്പോഴും, പ്രായത്തേ ഉള്ളൂ. പക്ഷേ സിനിമയിൽ ചെറുപ്പത്തിലെ വന്നതുകൊണ്ട് വിദ്യാഭ്യാസം ഒരു ഹയർ എഡ്യൂക്കേഷൻ ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിട്ടുണ്ടോ? ഈ സിനിമയിൽ നിന്നില്ലായിരുന്നെങ്കിൽ ഹൈലി എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് എഡ്യൂക്കേറ്റഡ് ആകാമായിരുന്നു. കരിയർ വേറൊരു വഴിക്ക് ചിലപ്പോൾ പോകുമായിരുന്നു. പിന്നെ ഞാനത് ശരിക്കും പറഞ്ഞാൽ ഐ വുഡ് ഹാവ് ബീൻ മച്ച് മോർ ബെറ്റർ ദാൻ ദിസ് എന്നൊരു തോന്നലുണ്ടായിരുന്നു. ഇടയിൽ സിനിമയിൽ അങ്ങനെ ക്ലിക്കാവാത്ത സമയത്ത് ഹയർ എഡ്യൂക്കേഷന് പോകാമെന്നും വിചാരിച്ചു. പക്ഷേ ഈ പേരൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനി തിരിച്ച് ഹയർ എഡ്യൂക്കേഷന് പോയിട്ട് ഇനി എന്തിനു ജോലി ചെയ്യണം? ഞാനിപ്പോൾ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ് ഇപ്പോൾ. ആ ഒരു ഹാപ്പി സിനിമയില്ലെങ്കിൽ മറ്റൊരു വശത്ത് ജീവിത മാർഗം ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. ദാറ്റ് ഇസ് എ കോൺഫിഡൻസ്. അല്ലാതെ എനിക്ക് അതില്ലായിരുന്നെങ്കിൽ തകർന്നു പോയേനെ. ഉറപ്പായിട്ടും ഈ ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്ക് സിനിമയിൽ നിന്നും സാമ്പത്തികം നല്ല രീതിയിൽ പ്രതീക്ഷിക്കാൻ പറ്റും. ബാക്കി എല്ലാവർക്കും ഇപ്പം നമ്മൾ 100 പേരൊരു സംഘടനയിലുണ്ടെങ്കിൽ ആകെ 10 പേർക്കേ ഒരു ലൈഫ് സ്റ്റൈൽ അഫോർഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ചെറിയൊരു റോൾ ചെയ്താലും ഇപ്പോൾ പോകെ ഫസ്റ്റൊക്കെ 5 ദിവസം ഒരു വേഷം ചെയ്യാൻ വേണ്ടി വിളിക്കുകയായിരുന്നു. പോകെ 4 ദിവസമായി, 2 ദിവസമായി. 2 ദിവസത്തിന് താഴെ ഞാൻ ചെയ്യുന്നില്ല. കാരണം എനിക്കറിയാം എൻ്റെ അതൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ അമ്മാതിരി പൈസ ചോദിക്കും. ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അമ്മാതിരി പൈസ എന്ന് പറഞ്ഞാൽ കോടികളൊന്നുമല്ല, ഒരു സംഖ്യ ചോദിക്കും. കാരണം അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. എന്നാൽ ഇപ്പം മലയാള സിനിമയിൽ ആരും ഇമ്പോർട്ടൻ്റ് അല്ല. സിനിമാ പാരമ്പര്യത്തിലെ ഒരു കണ്ണിയാണ് താങ്കൾ. ഒരാൺകുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്, വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അവരെ അഭിനയിക്കാൻ വിടുമോ? ഒരിക്കലുമില്ല. മോൾക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്, മോനും അഭിനയിക്കാൻ താല്പര്യമുണ്ട്. അപ്പം എങ്ങനെ വിടാതിരിക്കാൻ പറ്റും? 2 പേരുടെ അടുത്തും ഞാൻ നെഗറ്റീവ് അടിച്ച് വിട്ടിരിക്കുക. എൻ്റെ മോൻ ദൈവം സഹായിച്ച് മോളും കാണാനും എല്ലാം. മോനൊക്കെ പവറാണ്, ബോക്സിങ് ചാമ്പ്യനാണ്, എല്ലാമാണ്. അവനെ അത് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ എനിക്ക് വന്നതുപോലെ വരരുത്. മോളെ ഒരിക്കലും സമയദോഷമായിരുന്നു. മോളെ ഒരിക്കലും വിടില്ല. എന്താ മോൾക്ക് ഡാൻസ് പഠിക്കണം എന്ന് പറഞ്ഞാലും ഞാൻ, കാരണം എനിക്കറിയാം ഈ ഡാൻസ് പഠിച്ച് ഇത് എവിടെ എത്തുമെന്ന് എനിക്കറിയാം പോകുന്നതെന്നുള്ളത്. അപ്പം ഇത്തവണ പറഞ്ഞു എനിക്ക് ശോഭന ചേച്ചി കുഞ്ഞുമ്മയുടെ എന്ന് എനിക്കൊരു ഐറ്റം പഠിച്ചാൽ കൊള്ളാമെന്ന് മോള് പറഞ്ഞു. നോക്കാം. നന്നായിട്ട് പഠിക്കും 2 പേരും. പഠിച്ച് അവർ
അവർ ആ ഒരു അവർക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വരുന്നൊരു സമയത്ത് തിരിച്ചു വരട്ടെ, കുഴപ്പമില്ല. ഏർലി ആയി കഴിഞ്ഞാലേ ഇതൊരു വേൾപൂളാണ്, അങ്ങനെ ചുറ്റി 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 കൊണ്ടുപോകും. നമുക്കറിയില്ല. ഒരു മായിക ആ, ലോകമാണ്. പിന്നെ സർഫസിൽ നമുക്ക് വരാൻ പറ്റത്തില്ല. വീഴ്ചകളെയും ഒരു മോട്ടിവേഷൻ രൂപത്തിൽ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ അഭിമുഖീകരിക്കാൻ പറ്റുന്ന എങ്ങനെയാണ് നിങ്ങൾക്ക്? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഡാർവിൻ തിയറി മാറിയിട്ട് ഫിറ്റസ്റ്റ് ഇസ് ദ ഫിറ്റസ്റ്റ് എന്നിട്ടൊരു മൈൻഡ് കിട്ടി. ഐ ക്യാൻ ടാക്കിൾ എനിത്തിങ്. അങ്ങനെ ഫേസ് തരാതിരിക്കാറുണ്ടോ ആരെങ്കിലും? നേരത്തെ പല പരിചയക്കാരും അങ്ങനെയൊന്നും ആരും എൻ്റെ അടുത്ത് പെരുമാറിയിട്ടില്ല. കാരണം അവർക്കറിയാം നമ്മളൊരു നിസ്സാരക്കാരനല്ല എന്നറിയാം. അവർക്കറിയാം നമ്മൾ പറയാൻ പാടില്ല, നമുക്കൊരു ഉള്ളിലൊരു പവർ ഉണ്ടെന്ന് അവർക്കറിയാം. സിനിമയിൽ നിന്ന് അതിനിടയിൽ സീരിയലിലേക്ക് പോകുന്നു. ആൾക്കാർ പൊതുവെ ചെയ്യാത്ത കാര്യമാണ്. നേരെ സീരിയലിൽ തിരിച്ചാ നിന്ന് വന്നിരിക്കുന്നത്. സിനിമയിലേക്കാണ് വരാറ്. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ആസ് എൻ ആക്ടർ എനിക്ക് കുറച്ചും കൂടി ഒന്ന് എൻ്റെ അഭിനയം കുറച്ചും കൂടി ഒന്ന് പോളിഷ് ചെയ്യണം തോന്നി. അങ്ങനത്തെ 1-2 സംവിധായകരായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. ഒന്ന് KK രാജീവ്, ആ കാലത്തെ അതെ, നമ്പർ 1 ആയിരുന്നു. അത് ഞാൻ അങ്ങോട്ടേക്ക് പോയതല്ല കേട്ടോ, അവരിങ്ങോട്ടേക്ക് വന്ന. പിന്നെ ഒന്ന് സജി സുരേന്ദ്രൻ. KK രാജീവ് ആയിരുന്നു. ഇത്രയും ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ തന്നെയും എന്നെ ശരിക്കും പറഞ്ഞാൽ മോൾഡ് ചെയ്ത്. അമ്മ മനസ്സ് എന്ന് പറഞ്ഞ സീരിയൽ ഉണ്ടായിരുന്നു. അതൊരു ശരിക്കും പറഞ്ഞൊരു വല്ലാത്തൊരു പവറായിരുന്നു അങ്ങനത്തെ സീരിയൽസ് ചെയ്യുമ്പോൾ. പക്ഷെ അതിൻ്റെ നമുക്ക് പോകെ സീരിയൽസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നുമില്ല ചെയ്യാൻ. ഒരു വീഴ്ചയിൽ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ ലെവലിലേക്ക് പോകുന്നു, മാനസികമായിട്ടൊന്ന് തളർന്നിരിക്കുമ്പോൾ ആരെയാണ് ശോഭന? അതൊരു ജീവിയാണ്. ആ ശോഭന ചേച്ചിയെക്കുറിച്ച് പറയാൻ എനിക്ക് അന്നും ഇന്നും പവർ തരുന്നൊരു പവർ ഹൗസ് ആണ്. പവർ ഹൗസ്. അതിനെന്തോ ഒരു ദൈവീകമായ ശക്തിയുണ്ട് ശോഭന ചേച്ചിക്ക്. 5 മിനിറ്റ് അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കുള്ളിലൊരു ശക്തി വരും. പിന്നെയും വർക്ക് ചെയ്യും നമ്മൾ. കുഴപ്പമില്ല, നീ ഇവിടെ അടുത്തിട്ട് പിടിക്കൂ. അവർ മാക്സിമം എന്നെ പ്രൊമോട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അവരുടെ അടുത്ത് ഞാൻ ആവശ്യപ്പെടാറുണ്ട്, പക്ഷെ നോക്കിയും കണ്ടേ ആവശ്യപ്പെടാറുള്ളൂ. എനിക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ ആവശ്യപ്പെടാറുള്ളൂ. പല തവണയും ചെയ്തു തന്നിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇപ്പം ആവശ്യപ്പെടാറില്ല. കാരണം അവർക്ക് ഞാൻ നല്ല രീതിയിൽ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഇഷ്ടമാണ്. കാരണം അടുത്ത ജനറേഷനാണ്. ഇനി ഞങ്ങൾ എൻ്റെ കഴിഞ്ഞ് ഇനിയിപ്പോൾ എൻ്റെ പിള്ളേരെ ഞാൻ സിനിമ വിടില്ല, അത് ഉറപ്പിച്ചതാണ്. പിന്നെ എനിക്കറിയില്ല, ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടൊക്കെ അവരെയൊക്കെ ആൾക്കാർ കൊത്തിക്കൊണ്ടു പോവുകയാണെങ്കിൽ അല്ല ഇതിനു വേണ്ടി പുറകെ നടക്കാൻ പറയില്ല. പറഞ്ഞു വന്ന ശോഭന ചേച്ചി ഒരു പവർ ഹൗസാണ്. സിനിമ ഒരു പാഷനാണ്, സിനിമയാണ് ജീവൻ താങ്കളെ സംബന്ധിച്ചിടത്തോളം. അപ്പോഴും എൻ്റെ മക്കൾ സിനിമയിലേക്ക് വരണ്ട എന്നുള്ളത് പറയാൻ കാരണം അത്രയേറെ മോശം അനുഭവം കിട്ടിയതുകൊണ്ടാണോ ഈ ഒരു ഫീൽഡിൽ നിന്ന്? നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുവാണെങ്കിൽ നമുക്ക് നമ്മുടെ P&L ആയാലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇതെവിടെ എത്രത്തോളം എങ്ങനെ പോകും ഇതെല്ലാം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ ആ ബിസിനസ്സിലൊക്കെ നമ്മുടെ ഹാർഡ് വർക്കാണ് നമ്മൾ പേ ചെയ്യുന്നത് ആൻഡ് കാൽക്കുലേഷൻസ്. സിനിമ അങ്ങനെയല്ല. സിനിമ നമ്മളെ ഒരു വല്ലാത്ത ലെവൽ അങ്ങ് എത്തിച്ചു തരും. പിന്നെ അൺപ്രഡിക്റ്റബിളാണ്. ബിസിനസ്സിൽ നമുക്ക് ഗൈഡ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും, ബിസിനസ് നമുക്ക് പറഞ്ഞു തരാൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ സിനിമയിൽ ആരും പറഞ്ഞു തരാനില്ല. അഭിനയം പഠിപ്പിക്കാനോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള വഴികൾ കാട്ടിത്തരാനോ ആരും തയ്യാറാവില്ല. ആ സമയത്ത് അവർ മുമ്പോട്ട് പോകാനാണ് നോക്കുക. ഞാൻ ഈ പറയുന്നതൊക്കെ എൻ്റെ ഉള്ളിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടായി പറയുന്നത്. കാരണം എനിക്ക് പറയാനുള്ള ഒരു ഇതുണ്ട്. കാരണം ഞാനതൊക്കെ കണ്ട ആൾക്കാർ. അതുകൊണ്ട് ഞാൻ എൻ്റെ പിള്ളേരെ ഒരിക്കലും സിനിമയിൽ വിടില്ല എന്ന് പറഞ്ഞു. ഇന്നത്തെ ഒരു പാൻ ഇന്ത്യൻ കോൺസെപ്റ്റിനെ എങ്ങനെയാണ് കൃഷ്ണ നോക്കിക്കാണുന്നത്? അങ്ങനെയാകുമ്പോഴേ എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ വെബ് സീരീസുകൾ നമ്മുടെ അവന്യൂസ്, നമ്മുടെ ഹൊറൈസൺ ഓപ്പൺ ചെയ്യും. നല്ല സെറ്റപ്പ് അത്. അപ്പോൾ നമ്മൾ ഒരിക്കലും വെറുതെ ഇരിക്കേണ്ടി വരില്ല. ആൻഡ് റിവാർഡിങ്ങും ആണ്, റെമ്യൂണറേറ്റീവും ആണ് അത്യാവശ്യം.
എല്ലാ ആശംസകളും. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ഇനിയും താങ്കളെ തേടിയെത്തട്ടെ എന്ന്. ഞാൻ ഒരു ഇടവേളയ്ക്ക് ശേഷം സിനിമയിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറയാനല്ല ആഗ്രഹിക്കുന്നത്. ബിസിനസിൻ്റെ തിരക്കിൽ നിന്ന് താങ്കൾ വീണ്ടും സിനിമയിലേക്ക് വരുന്നു എന്ന് പറയാനാണ്. കാരണം സിനിമാക്കാർ താങ്കളെ പോലുള്ളവരെ കണ്ടുപഠിക്കേണ്ട കാര്യം കൂടിയുണ്ട്. കാരണം രണ്ട് സിനിമയിൽ അഭിനയിച്ചാൽ അവസരങ്ങൾ കുറഞ്ഞു വരുമ്പോൾ വേറെ ഒന്നുമില്ല എന്ന് പകച്ചു നിൽക്കാതെ ബിസിനസ് നടത്തി എന്താ പറയുക, തൻ്റെ ഇടത്തോടെ എന്തിനേയും നേരിടാനുള്ള ഒരു കെൽപ്പ്, ഒരു അനുഭവ സമ്പത്ത് താങ്കൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ബിസിനസിന്റെ ഒരു തിരക്കിൽ നിന്ന് താങ്കൾ വീണ്ടും സിനിമാ തിരക്കിലേക്ക് വരും. വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു. ഉറപ്പായിട്ടും. താങ്ക് യു സോ മച്ച് കൃഷ്ണ. താങ്ക് യു.